നസീമ തുടങ്ങിക്കോളൂ. ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കട്ടെ. മിനറൽ ഗ്രൂപ്പ് ഉണ്ട് ഇതില്. അനിറ്റ, എല്ലാവരും മിനറൽ ഗ്രൂപ്പ് എക്സെപ്റ്റ് അലിയസ്. എലിയാസ് ഇല്ല. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ചോദിച്ചോളൂ മാം, നമുക്ക് അറിയാൻ നോക്കാം. എന്താ കാർബനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് അറിയാം? കാലികാർബൺ ഞാൻ പറയുന്നില്ല, ബാക്കിയുള്ളവര് പറയട്ടെ മാം. രമ്യ പറഞ്ഞോളൂ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഹലോ. എന്താ കാലികാർബ് എന്തൊക്കെ കണ്ടീഷനിലാണ് കൊടുക്കാറ്? അല്ലെങ്കിൽ അതില് ഒരു കൃത്യമായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഒന്ന് പറയും. ഫിസിക്കൽ സിംറ്റം ആണോ ചേച്ചി ഉദ്ദേശിച്ചത്? എനിത്തിങ്. കാലികാർബ് എപ്പോഴാണ് നിങ്ങൾ ക്ലിനിക്കുകളിൽ കൊടുക്കാറ്? മെയിൻലി റെസ്പിറേറ്ററി കംപ്ലൈന്റിന് കൊടുക്കും. എന്താന്ന് വെച്ചാല് കൂടുതൽ കഫ്, ഒത്തിരി മ്യൂക്കസ് ഒക്കെ ഉള്ള ടൈപ്പ് ഓഫ് ലൂസ് കഫ്, അതിനാണ് മെയിൻലി കൊടുക്കാറ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അതെ, റെസ്പിറേറ്ററിയിൽ തന്നെ വേറെ എന്തെങ്കിലും ഇൻഡിക്കേഷൻസ് ഉണ്ടോ? ബെൻഡിങ് ഫോർവേഡ് എമലറേഷൻ. ബെൻഡിങ് ഫോർവേഡ് എമലറേഷൻ. പിന്നെ അതല്ലാതെ ഏതെങ്കിലും ഏരിയ കൂടുതലായിട്ട് അപ്പർ ലോബ്, ലോവർ ലോബ് അങ്ങനെ അറിയോ? റൈറ്റ് അപ്പർ. റൈറ്റ് അപ്പർ ലോബ്. ദെൻ എന്താ വേറെ ആഡ് ഓൺ ചെയ്യാൻ വേറെ എന്തൊക്കെയുള്ളത്? ഇപ്പം മിനറൽ കിങ്ഡത്തിനെ കുറിച്ച് ഉള്ള രീതിയിൽ പറയണോ, അതേ നമ്മള് ഉപയോഗിക്കുന്നതാണോ? അല്ല, സാധാരണ ക്ലിനിക്കില് ആയിരിക്കും, കുറച്ച് ഇറിറ്റബിൾ ആൾക്കാരായിരിക്കും. ശ്വാസമുട്ടാണ് ഞാൻ മെയിൻ കൊടുക്കാറ്. അത് ഈ കഫക്കെട്ട് വന്ന് ആകെ കിടന്നാൽ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ എണീറ്റിരിക്കും. 2 മണിക്ക് ശേഷം വളരെ കൂടും. 2 PM to 3 AM നല്ല അഗ്രവേഷൻ ആയിരിക്കും. പിന്നെ അവർക്ക് അലർജി ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് മുമ്പ്. തണുപ്പ് വരുമ്പോ കൂടാറുണ്ട്. ഭയങ്കര റുട്ടീൻ ലൈഫ് ആയിരിക്കും. റുട്ടീൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ഭയങ്കര ഡ്യൂട്ടി ഒക്കെ ഭയങ്കര പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നു. റിജിഡ് സെൻസ് ഓഫ് ഡ്യൂട്ടി. പിന്നെ ഇതുപോലെ ഈ ഏർലി മോർണിംഗ് അഗ്രവേഷൻ അങ്ങനെ. പിന്നെ നമ്മുടെ പങ്കജ്വലി മേഡം ഇതിൽ കയറിയിട്ടുണ്ടല്ലോ, എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ? പേടി. ഇനി കണ്ണിന്റെ അപ്പർ ഐലിഡ്സില് സ്വെല്ലിംഗ് അല്ലേ? ബാക്ക് ലൈക്ക് സ്വെല്ലിംഗ് അല്ലേ? പിന്നെ ഇനി എന്താ ഉള്ളേ? ഇറിറ്റബിലിറ്റി. ലോ ബാക്ക് ഏക്ക് പറഞ്ഞല്ലോ. ഓക്കെ. പിന്നെ ഇത്രയും കാര്യത്തിനെ യൂസ് ചെയ്യുള്ളൂ. ഏറ്റവും കൂടുതൽ ആക്ഷൻ ഉള്ളത് ഏത് ഓർഗൻ അല്ലെങ്കിൽ ഏത് ഏരിയ, ഏത് ടിഷ്യൂ അങ്ങനെ പറയാൻ പറ്റില്ലേ? റെസ്പിറേറ്ററി. പിന്നെ റെസ്പിറേറ്ററി മാത്രമൊന്നല്ലല്ലോ, പിന്നെ ഇല്ലേ? ബാക്ക് വെർട്ടിബ്രൽ കോളം. യെസ്. പിന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, മെൻസസിന് ഒരാഴ്ച മുമ്പ് ഭയങ്കര ബാക്ക് ഏക്ക് വരിക. കീനോട്ടിൽ അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. യെസ്. വേറൊരു കാര്യം എന്താ വെച്ചാല് ഇതിന്റെ കെമിക്കൽ ഫോർമുല എന്താണെന്നറിയോ? പൊട്ടാസ്യം. എന്താണ് കാലി കാർബൺ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിലുള്ളത്? പൊട്ടാസ്യം, കാർബൺ. കാർബണേറ്റ് അല്ലേ? ഓക്സിജൻ. കേട്ടു. CO3. പൊട്ടാസ്യം, ഓക്സിജൻ, കാർബണേറ്റ്. യെസ്. 3 എലിമെന്റ്സ് ഉണ്ട്. അപ്പൊ 3 എലിമെന്റ്സിന്റെ നമുക്ക് ചിലപ്പോൾ കോമ്പിനേഷൻ സിംറ്റംസ് കിട്ടാം അല്ലേ? പിന്നെ ഒരു 3 ട്രയോസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമല്ലേ നമ്മൾ സാധാരണ പണ്ടൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്നത്? പൊട്ടാസ്യം സോൾട്സ് ബോഡിയിൽ കുറഞ്ഞാൽ എന്തൊക്കെ സിംറ്റം ഉണ്ടാവുക?
പൊട്ടാസ്യം കൂടുതലും കുറവും എന്തൊക്കെയാ നമ്മളെ ബാധിക്കുക? ലോസ് ഓഫ് ഫ്ലൂയിഡ്സ്. വീക്ക്നെസ്. ലോസ് ഓഫ് ഫ്ലൂയിഡ്സ്. യെസ്, ലോസ് ഓഫ് ഫ്ലൂയിഡ്സ്. ലോസ് ഓഫ് ഫ്ലൂയിഡ്സ് എങ്ങനെയാ കൂടുതൽ ലോസ് ഓഫ് ഫ്ലൂയിഡ്സ് ഉണ്ടാവുക? സ്വെറ്റ് അല്ലേ? അതെ. അപ്പോ സ്വെറ്റ്നെസ്, വീക്ക്നെസ്, പിന്നെ എന്താ ഒന്നും കൂടി ഉള്ളത്? ബാക്ക് ഈ മൂന്നെണ്ണായിരുന്നു പണ്ട് നമ്മൾ ട്രയോസ് എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ ഒരു പേഷ്യന്റിൽ എക്സ്ട്രീം വീക്ക്നെസ്, എക്സ്ട്രീം സ്വെറ്റ് പ്ലസ് സിവിയർ ബാക്ക് ഏക്ക് കണ്ടു കഴിഞ്ഞാലാണ് ഇത് എന്തിന്റെ സിംറ്റം ആയിരുന്നു? പൊട്ടാസ്യത്തിന്റെ സിംറ്റം ആയിരുന്നു. ബോഡിയിൽ എങ്ങനെയാണ് പൊട്ടാസ്യത്തിന്റെ ഫങ്ഷൻ കൂടുതലും കുറവുകളും എങ്ങനെ അനുസരിച്ച് കൂടിയാണ് നമ്മുടെ മെറ്റീരിയൽ മെഡിക്കയിലെ സിംറ്റംസ് വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ കൂടെ കൂടിയിട്ടുള്ള ആളാണ് കൂടിയാലും. അപ്പൊ കൂടിയാല് പൊട്ടാസ്യം കൂടിക്കഴിഞ്ഞാല് ഒരുപാട് സ്വെറ്റിങ്ങും അതുപോലെ ഓർമ്മക്കുറവൊക്കെ ഉണ്ടാവണില്ലേ? അപ്പൊ പൊട്ടാസ്യം കൂടുമ്പോൾ സോഡിയം കുറയും. സോഡിയം കുറയും. അപ്പൊ നീർക്കെട്ടും വരും അല്ലേ? യെസ്. അപ്പൊ ഈ എന്തൊക്കെയാ? വീക്ക്നെസ് കോസ്ഡ് ബൈ ഓൾ പൊട്ടാസ്യം. എല്ലാ പൊട്ടാസ്യം സോൾസിനും, കാലികാർബിന് മാത്രമല്ല എല്ലാ പൊട്ടാസ്യം സോൾസിനും വീക്ക്നെസ് ഉണ്ട്. അപ്പൊ കാലികാർബ് അതെങ്ങനെ തിരിച്ചറിയാം? അതിൽ കാർബണേറ്റ് ആണ്. കാർബണേറ്റ്സിനും ഒക്കെ പൊതുവെ വീക്ക്നെസ് കൂടുതലുള്ള എലിമെന്റ്സ് ആണ്. അപ്പൊ മെഡിസിൻസ് ആണ്. അപ്പൊ കാലികാർബ് വരുമ്പോൾ എക്സ്ട്രീം പ്രോസ്ട്രേഷൻ ആയി, ഭയങ്കര ക്ഷീണായി, കാർബൺ ഉള്ളതുകൊണ്ട്. അപ്പൊ ഇതില് സോൾ ഓഫ് റെമഡീസില് സാറിന്റെ ആദ്യത്തെ എക്സ്പ്ലനേഷൻ തന്നെ കാലികാർബിനെ കുറിച്ച് മെയിൻ തീം ഓഫ് കാലികാർബ് എന്ന് പറയുന്നത് is the vital fear and reactivity of carbon that is seen when a person lacks support of a family or a group. എന്ന് വെച്ചാല് കാർബൺ ഉണ്ട് അതില്. പൊട്ടാസ്യം എന്ന് പറയുന്നത് ഞാനൊന്ന് പീരിയോഡിക് ടേബിള് ഇതില് ഷെയർ ചെയ്യാം. ഒരു മിനിറ്റ്. ഷെയർ സിനർജി കാണാണ്ടോ? ഷെയറിംഗ് ഓപ്ഷൻ വന്നുവോ? കാണാം. എന്താ കാണണേ? മാം റെമഡീസ് കാലികാർബ് സൈഡിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. വീക്ക്നെസ് കോസ്ഡ് ബൈ ഓൾ പൊട്ടാഷ്യം സോൾട്സ് ഇൻ മോർ പ്രൊനൗൺസ്ഡ് ഇൻ ദി ടിപ്പ്. അതിങ്ങനെ ഇപ്പൊ നമുക്ക് പീരിയോഡിക് ടേബിൾ എടുക്കാം. പീരിയോഡിക് ടേബിൾ മിനറൽ കിങ്ഡത്തില് പൊട്ടാസ്യം കിടക്കുന്നത് 4th റോ ആണ്. 4th റോയില് കോളം 1 ആണ്. അപ്പോൾ 4th റോ എന്ന് പറയുന്നത് ബ്രെഡ് ആൻഡ് ബട്ടർ. ഒരാള് ഏറ്റവും കൂടുതൽ നമ്മള് ഒരു ആഫ്റ്റർ ഒരു 18 ഇയേഴ്സ് ഓഫ് ഏജിൽ നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് പ്രാധാന്യം ആയിട്ട് തോന്നുന്നത്? ഒന്ന് ജോബ്, അതുപോലെ ഫാമിലി, അതുപോലെ ഏതാ ഹെൽത്തിനൊക്കെ അവർ വളരെ ചെറുപ്പകാലത്ത് അത്രയൊന്നും നമുക്ക് അതിനെക്കുറിച്ചൊന്നും അവയർനെസ് ഉണ്ടാവില്ല. ഒരു 10-18 വയസ്സാകുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ബോഡിനെ കുറിച്ച് അവെയർ ആവും. നമ്മുടെ ജോബ്, ദെൻ ഫാമിലി, ഈ 3 ഈ 3 കാലിയുടെ അഗ്രവേറ്റിംഗ് ഫാക്ടേഴ്സ്. എന്നുവെച്ചാൽ അസുഖം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഫാമിലിയുടെ ജോലിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരിക, ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് കുറയുക, അതുപോലെ നമ്മുടെ അസുഖങ്ങൾ എന്നുവെച്ചാൽ എക്സ്ട്രീം ഫിയർ ആണ്. അസുഖങ്ങളെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് അസുഖം ബുദ്ധിമുട്ടാവോ, അസുഖം എന്നെ ബാധിക്കുമോ, ഈ വക കാര്യങ്ങൾ കാലികാർബിന് കൂടുതലായിട്ട് തോന്നും. അപ്പോൾ ഈ ലങ്സിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ, ഇപ്പം ന്യൂമോണിയ വരെ ഉള്ള സ്റ്റേജസിൽ നമ്മൾ സൾഫും കാലികാർബും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതും എന്താണ് കോസേഷൻ? നമ്മൾ അക്യൂട്ട് കണ്ടീഷനിൽ കോസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ഒരു കാരണം എക്സ്ട്രീമായിട്ട് നമ്മൾ ഈ അസുഖത്തിനെ കുറിച്ചുള്ള പേടികൾ ഉണ്ടാവാം. അപ്പോൾ ക്ലാസ്സിൽ വേറെ കുട്ടിക്ക് വന്നു, ഈ കുട്ടിക്ക് വന്നു. മിക്ക അമ്മമാരും പറയുന്നതാ, ഇവനെ വീട്ടിൽ ക്ലാസ്സിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഉണ്ടാവും. അത് എന്തുകൊണ്ടാണ് ഈ കാലിക്ക് അങ്ങനെ വരുന്നത് വെച്ചാൽ കാലി ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെയധികം ഹെൽത്തിനെ കുറിച്ചും ജോബിനെ കുറിച്ചും ഫാമിലി സപ്പോർട്ടിനും വളരെയധികം പ്രാധാന്യമുള്ള ഒരു എലിമെന്റാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമ്പോൾ തന്നെ ഇവരെ അസുഖം എന്നുള്ള രീതിയിലേക്ക് പോവാം. പിന്നെ ശങ്കരൻ സാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് കാലി വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ റോ 4ലെ ഫസ്റ്റ് എലിമെന്റ്. കോളം 1 ആണ്, റോ 4 ആണ്. അപ്പോൾ റോ 4ലെ തീം എന്ന് പറയുന്നത് എൻ്റർലി ഈ ബ്രെഡ് ആൻഡ് ബട്ടറിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ നെട്ടോട്ടങ്ങൾ, അതിലാണ് ആ ഒരു പേഷ്യന്റിന്റെ കോൺസെൻട്രേഷൻ ഉണ്ടാവുക. കോളം 1 എന്ന് പറയുന്നത് എക്സ്ട്രീം ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ കാലി ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് എക്സ്ട്രീം ഡിപ്പെൻഡൻ്റ് ആണ്. എസ്പെഷ്യലി ഇതിൽ കാർബൺ എലിമെന്റും കൂടിയാണ് കാലിയുടെ കൂടെ ചേരുമ്പോൾ
കാലി കാർബ് എന്ന് പറയുന്നത് അതിനും കൂടുതൽ വളരെയധികം കാർബൺ തന്നെ ഭയങ്കരമായിട്ട് ഒരു ഡിപ്പെൻഡൻസി. ആക്ച്വലി കാർബൺ മാത്രം എടുക്കുമ്പോൾ രണ്ട് കാര്യമുണ്ട്. കാർബൺ എന്ന് വെച്ചാൽ എനർജി മെഡിസിൻസ് ആണ് കാർബൺ ഗ്രൂപ്പ്. ഒന്നില്ലെങ്കിൽ ലോവസ്റ്റ് എനർജി അല്ലെങ്കിൽ ഹയർ എനർജി. ഇപ്പൊ നമ്മൾ പെട്രോളിയം എനർജി അല്ലേ, ഈ കാർബൺ അല്ലേ. അപ്പൊ ഇതിൽ കാലിയുടെ കൂടെ കാർബൺ ചേരുമ്പോൾ ഒന്നില്ലെങ്കിൽ ഭയങ്കരമായിട്ട് വീക്ക്നെസ് അല്ലെങ്കിൽ നല്ല എനർജിയിലേക്ക് വരാം. പൊതുവെ കാർബണേറ്റ്സിനൊക്കെ കുറച്ച് വീക്ക്നെസ് കൂടുതലാണ്. പക്ഷെ അത് സ്ട്രോങ്ങർ എലിമെന്റിന്റെ കൂടെ കൂടുകയാണെങ്കിൽ അത് അത്ര വീക്ക്നെസ് കാണിക്കില്ല. അപ്പൊ ഇവിടെ കാലിയുടെ കൂടെയാണ് ഈ കാർബൺ ചേർന്നതുകൊണ്ട് കാലി ഭയങ്കരമായിട്ട് വീക്ക്നെസ് കാണിക്കും. ശങ്കർ സാറ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ആരാ അതൊന്ന് വായിക്കുക? സോൾ ഓഫ് റെമഡി. നസീമ തുടങ്ങിക്കോളൂ. വായിക്കാം മാം. ഒരു സെക്കൻഡ്. Okay. Calicarb is a remedy from the mineral kingdom belonging to the psychotic miasm. The main theme of Calicarb is the vital fear and reactivity that is seen when a person lacks the support of a family or a group. The main symptom of Calicarb is the fear of being alone and the desire for company. In the Calicarb woman, there is a tremendous anxiety and fear when she is alone. She seeks to belong to a group or family so that she is never alone. This anxiety is seen everywhere. For example, frightened at trifles, fear of being alone, startled easily from noise, from touch, dreams of ghosts, of danger, of robbers, of falling from a height, or frightful figures. There is a strong desire for support which is seen in carried desires to be, rocking ameliorates, shrieking for aid. Her dependence on the group or family is so great that her entire life revolves around her family, the wealth of family members, the integrity of her family, the amount of support she gets from her family, etc. ഓക്കെ, നമുക്ക് ഇത്രയും വരെ ഒന്നുകൂടി ഒന്ന് നോക്കാം. അപ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം തന്നെയല്ലേ വീണ്ടും പറഞ്ഞത് അല്ലേ? നമ്മുടെ റോ 4-ലെ തീം എന്തൊക്കെയാണ്? നമ്മുടെ സപ്പോർട്ട് വേണം ആ ഒരു പേഷ്യന്റിന്, അതുപോലെ ഹെൽത്ത് വേണം, വെൽത്ത് വേണം. സോ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വൈറ്റൽ ഫിയർ ആൻഡ് റിയാക്ടിവിറ്റി. വൈറ്റൽ ഫിയർ ആൻഡ് റിയാക്ടിവിറ്റി എന്ന് വെച്ചാൽ കാർബൺ പാർട്ട് ഉള്ളതുകൊണ്ട് പിന്നെ പേഴ്സൺ ലാക്സ് സപ്പോർട്ട് ഓഫ് എ ഫാമിലി. എലിമെന്റ്സ് ഫ്രം എന്ന് പറയുന്നത് സപ്പോർട്ട് ഓഫ് എ ഫാമിലി കുറയുമ്പോൾ. മെയിൻ സിംറ്റം എന്ന് വെച്ചാൽ ഫിയർ ഓഫ് ബീങ് എലോൺ. എവിടുന്ന ഫിയർ ഓഫ് ബീങ് എലോൺ വന്നത്? കോളം 1 ആണ് കാലി കിടക്കുന്നത്. ഓക്കെ, ഡിസയർ ഫോർ കമ്പനി. അവർക്ക് എന്ത് ചെയ്യണമെങ്കിലും ഒരു ആളുടെ സപ്പോർട്ട് വേണം. ദാറ്റ് ഈസ് കോളം 1. അപ്പോൾ ഇത് കാണാപ്പാടെ പഠിക്കാതെ നമുക്ക് ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ കാലി എന്നുള്ള ഒരു എലിമെന്റ് കിടക്കുന്നത് കോളം 1 ആണ്. അപ്പൊ ഇത് അണ്ടർസ്റ്റുഡ് ആണ്. എന്തായാലും ഫിയർ ഓഫ് ബീങ് എലോണും ഡിസയർ ഫോർ കമ്പനി അവിടെ ഉണ്ടാവും. അവർക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇൻ ദി കാലിക്കാർബ് വുമൺ ദർ ഇസ് ട്രമൻഡസ് ആങ്സൈറ്റി. ഇല്ലേ? ഒറ്റയ്ക്കാണ് അവർ നിൽക്കുന്നത്. അപ്പൊ അവർക്ക് എല്ലാം ഭയങ്കര പേടിയാണ്. എല്ലാറ്റിനും ഒരാൾ വേണം. കാലിക്കാർബ് വീട്ടില് ഉണ്ടെങ്കിൽ, ഒരാളുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. എല്ലാറ്റിനും അവർ സപ്പോർട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് ഈവൻ അതിൻ്റെ ഒരു സെൻസ് പോലും ഉണ്ടാവില്ല. നമ്മൾ വേറൊരാളെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാണ് അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാവുന്നോ ഒരിക്കലും ഉണ്ടാവില്ല. കാലിക്കാർബ് നമ്മുടെ ക്ലിനിക്കുകളിൽ വരികയാണെങ്കിലും അതെ, ഭയങ്കര പേഷ്യന്റിനോട് ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിരിക്കും അവർ. സോറി, പേഷ്യന്റിനോടല്ല, ഡോക്ടറോട്. അപ്പൊ ഇൻ കാലിക്കാർബ് വുമൺ ദർ ഇസ് ട്രമൻഡസ് ആങ്സൈറ്റി ആൻഡ് ഫിയർ. കോളം 1 ആണ്. കോളം 4 ആയതുകൊണ്ട് വെൻ ഷീ ഈസ് അലോൺ, ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടി. അത് നാട്രത്തിനും ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നാട്രത്തിനും ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണ്, കാലിക്കും ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണ്. അപ്പോൾ നാട്രത്തിന് എന്തായിരിക്കും പേടിയുള്ളത്? എന്താണെന്ന് വെച്ചാൽ അവര് ഒരു ചെറിയ കുട്ടികളുടെ പോലെ, വളരെ ചെറിയ കുട്ടി, ഒരു പ്ലേ സ്കൂളിലൊക്കെ ഉള്ള ഒരു കുട്ടികളുടെ പോലെ എന്ന് വെച്ചാൽ എന്തിനാ പേടിക്കണേന്ന് പറയാൻ പറ്റില്ല. ബട്ട് കാലി കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഇന്നതാണ് എനിക്ക് പേടി, ഇന്നതാണ് എൻ്റെ പ്രശ്നം എന്നുള്ള ഒരു തീമിലേക്ക് എത്തും. ഓക്കെ, ദി ആങ്സൈറ്റി ഈസ് സീൻ എവ്രിവെയർ. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പേടിക്കുക, ഒറ്റയ്ക്കിരിക്കുമ്പോൾ പേടി, നോയ്സ് പേടി, ടച്ച് പേടി. അപ്പൊ ഈ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ കോളം 1 ആണല്ലോ. ഈ കോളം 1 എല്ലാ എലിമെന്റ്സിനും ഫിയർ ഓഫ് ഗോസ്റ്റും ഫിയർ ഓഫ് ഡേഞ്ചറും ഫിയർ ഓഫ് റോബേഴ്സും ഫോളിങ് ഫ്രം ഹൈറ്റും എല്ലാറ്റിനും ഉണ്ട്. അപ്പോൾ ഇത് കോളം 1 പ്രോപ്പർട്ടിയാണ്. നിങ്ങൾക്കത് സോഡിയത്തിൽ കാണാം, പൊട്ടാസ്യത്തിൽ കാണാം, എല്ലാ കോളം 1 ലിഥിയത്തിൽ കാണാം, എവറി കോളം 1 കാണാം. പക്ഷെ അതിന്റെ ഇന്റൻസിറ്റി പീരിയോഡിക് ടേബിളിൽ ഒന്നുകൂടി ഞാനത് പറയാം. പീരിയോഡിക് ടേബിൾ വെക്കട്ടെ.
കാണാല്ലേ? അപ്പൊ ഈ കാണാം. പറഞ്ഞതിന് യെസ്, ഫിയർ ഓഫ് റോബേഴ്സും ഫിയർ ഓഫ് ബീങ് ലോണൊക്കെ ഹൈഡ്രജൻ ടു ഫ്രാൻസിയം ഇതുവരെ ഉണ്ടാവും. കോളം 1 എല്ലാ എലിമെന്റ്സിലും ഉണ്ട്. പക്ഷെ ലിഥിയത്തിന് വളരെ കൂടുതലാണ്, സോഡിയത്തിന് കുറച്ചുകൂടി ഇന്റൻസിറ്റി കുറയും, പൊട്ടാസ്യത്തിനും ഇന്റൻസിറ്റി കുറയും. അപ്പൊ സോഡിയത്തിന് എല്ലാം പേടിയാണ്, പൊട്ടാസ്യത്തിന് കുറച്ചുകൂടി ക്ലിയർ കട്ടായിട്ട് എന്ത് പേടി എന്ന് പറയാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ടാവും. അടുത്തത് പെട്ടെന്ന് ഞെട്ടുക, ഡ്രീംസ് ഓഫ് ഗോസ്റ്റ്. ദർ ഇസ് എ സ്ട്രോങ് ഡിസയർ ഫോർ സപ്പോർട്ട് വിച്ച് ഇസ് സീൻ ഇൻ ക്യാരിഡ് ഡിസയർ ടു ബി. ക്യാരിഡ് ഡിസയർ ടു ബി എന്ന് വെച്ചാൽ എടുക്കുക എന്നുള്ളത് മാത്രമൊന്നല്ല അർത്ഥം, എല്ലാറ്റിനും ഒരാൾ സപ്പോർട്ട് വേണം തന്നെയുള്ളൂ. റോക്കിംഗ് അമിലേറ്റ്സ് ഷേക്കിംഗ് ഫോർ എയ്ഡ്. റോക്കിംഗ് അമിലേറ്റ്സ് മേ ബി എല്ലാ കാർബണേറ്റ്സിനും റോക്കിംഗ് അമിലേഷൻ ഉണ്ട്. മേ ബി ഓക്സിജൻ ഉള്ളതുകൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അത് ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഷേക്കിംഗ് ഫോർ എയ്ഡ് എന്ന് വെച്ചാൽ ശരിക്കും ഒരു ചെറിയ കുട്ടികളെ പോലെയാണ് എന്ന് വെച്ചാൽ എക്സ്ട്രീം ഡിപ്പെൻഡൻസി കാണിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓവർ റിയാക്ഷൻസ് അവർ കാണിച്ചുകൊണ്ടിരിക്കും. അടുത്തത് വായിച്ചോളൂ. നസീമ ഓരോ പാരഗ്രാഫും വായിക്കുക, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്ത സെഷന് നിഷ വായിക്കണം കേട്ടോ. ചേച്ചി ഇന്ന് വൈകി കണ്ടില്ല, അതാ പറ്റിയ ചേച്ചിയുടെ കോളും. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം നമുക്ക് മെഡിസിൻ മുന്നേ തീരുമാനിച്ച് ഒന്ന് വർക്ക്ഔട്ട് ചെയ്തോളൂ. ശരി, വായിക്കൂ നസീമ. Her dependence on the group or family is so great that her entire life revolves around her family. Okay. ഞാൻ വായിച്ചത്, she becomes anxious if her child falls sick or doesn't do well in exams, and she can become irritable and impatient with him. Similarly, when she feels that her husband is not supporting her enough, she becomes irritable, quarrelsome, and nagging, which is expressed as shrieking at trifles. അടുത്ത പാരഗ്രാഫ് വായിക്കാനാ മാം? ഞാൻ ജസ്റ്റ് ഇത് പറയാം, ഇത് അത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഹെർ ഡിപ്പെൻഡൻസ് ഓൺ ദി ഗ്രൂപ്പ് ഓർ ഫാമിലി ഈസ് സോ ഗ്രേറ്റ് ദാറ്റ് ഹെർ എൻറ്റയർ ലൈഫ് റിവോൾവ്സ് അറൗണ്ട് ഹെർ ഫാമിലി. എക്സ്ട്രീംലി ഫാമിലിയോട് ഡിപ്പെൻഡൻ്റ് ആണ്, ഫാമിലിക്ക് മാത്രം വേണ്ടി ജീവിക്കുന്ന ആൾക്കാർ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ആ ഫാമിലി ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിന്റെ ഉള്ളിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് അസുഖം വരുമ്പോഴോ അല്ലെങ്കിൽ I couldn't find anything about that. കുറച്ച് ഫൈനാൻഷ്യലി വീക്ക് ആകുമ്പോഴൊക്കെ അവരുടെ ഒരു റിയാക്ഷൻ എന്ന് വെച്ചാൽ എക്സ്ട്രീം ലെവലിലായിരിക്കും. എക്സ്ട്രീം പേടി, എക്സ്ട്രീം ആങ്ഷ്യസ്നെസ് ഒക്കെ. അപ്പൊ ഇതിൽ എന്താന്ന് വെച്ചാൽ ഡ്രീംസും ഇതെല്ലാം എഫക്ട് ചെയ്യും. ഡ്രീംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ലെവൽ 5 കുറച്ചുകൂടി സബ് കോൺഷ്യസ് ലെവലിൽ വരെ അവർക്ക് ഈ സിംറ്റംസ് വന്നിരിക്കും. ഡ്രീംസ് ഓഫ് ഡെഡ് റിലേറ്റീവ്സ് എന്ന് വെച്ചാൽ അഗെയിൻ ഭയങ്കരമായിട്ട് ഈ ഡ്രീംസ് ഓഫ് ഡെഡ് റിലേറ്റീവ്സ് എന്ന് വെച്ചാൽ അവർക്ക് ഈ ഫാമിലിയുടെ ഒരു ഗ്രൂപ്പ് ഇല്ലാതെ അവർക്ക് സർവൈവൽ ഇല്ല. അപ്പൊ അവർക്ക് എന്താ സുഖം വന്നാലും അവരുടെ ആ സമയത്തെ പ്രസൻസ് ഇല്ലാതെ ഉണ്ടായാലും ഒക്കെ എക്സ്ട്രീം ലെവലിലേക്ക് ഒരു ആങ്സൈറ്റി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പാനിക് സിറ്റുവേഷനിലേക്ക് പോവില്ല. പാനിക് സിറ്റുവേഷനിലേക്ക് പോകണമെങ്കിൽ അത് ലിഥിയാണ്, കോളം 1 പൊട്ടാസ്യം ആകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ എപ്പോഴും ഒരു ആങ്സൈറ്റി ഫീലിംഗ് വന്നുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഒരു ഫിയർ ഫീലിംഗ് വന്നുകൊണ്ടേയിരിക്കും. One of the big aggravating factors for Kali carb would be sickness of any member of the family. Saying എന്ന് വെച്ചാൽ അവർക്ക് അസുഖം വന്നു കഴിയുമ്പോഴേക്കും അവർക്ക് ഭയങ്കര പേടി. എന്ന് വെച്ചാൽ അസുഖത്തിനെയും ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലായകയും പിന്നെ ഫൈനാൻസും ഭയങ്കര ബുദ്ധിമുട്ടാണ് കാലി പേഷ്യൻസിന്. Dreams of quarreling with dead relatives, dead person as if they were alive and quarrel with her. എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ സബ് കോൺഷ്യസ് ലെവലിൽ എന്താണോ അതാണ് ഡ്രീംസ് ആയി കാണാം. പൊട്ടാസ്യം എന്നുള്ളത് റോ 4 ആൻഡ് കോളം 1 ആയതുകൊണ്ട് അപ്പൊ നമുക്ക് ഇത് കാണാപാഠം പഠിക്കാതെ തന്നെ ഈ വക ഡ്രീംസും ഡെല്യൂഷൻസും ഉണ്ടാവും എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ. കമ്പനി ഡിസൈർസ് ഫോർ ഇറ്റ് ട്രീറ്റ്സും ഔട്ട്റേജ്ലി. എന്ന് വെച്ചാൽ കാലി പേഷ്യൻസിന് നിർബന്ധമായിട്ടും സപ്പോർട്ട് കിട്ടണം, ഇല്ലെങ്കിൽ ഭയങ്കര ദേഷ്യമാണ്, അവരിങ്ങനെ നാഗ് ചെയ്തോണ്ടേയിരിക്കും. യെസ്, അടുത്തത് This symptom combines 3 main components of Kali carb for company. She wants company and is dependent on it. She is aggravated when alone, must have support, and always likes to be with people who support her. The second component is that she treats them outrageously, which means
She always showed dissatisfaction with the people on whom she is dependent. The third aspect is quarrelsome. When she is discontented, she cannot keep quiet. She has to quarrel. യെസ്. അപ്പോൾ ഇത് റോ 4 ആൻഡ് കോളം 1 ആണ്. അപ്പോൾ കോളം 1 ആയതുകൊണ്ട് കമ്പനി വേണം. കമ്പനി ഇല്ലാത്ത സമയത്തൊക്കെ ഇവർക്ക് അഗ്രവേഷൻ ആണ്, കമ്പനിയും വേണം, സപ്പോർട്ടും വേണം. സെക്കൻഡ് കമ്പോണന്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു കുറവ് വന്നു കഴിഞ്ഞാൽ അവരുടെ റിയാക്ഷൻ ഭയങ്കര പ്രശ്നമായിരിക്കും. ഈവൻ ത്രെട്ടനിങ് ലെവലിൽ വരും. അപ്പോൾ ത്രെട്ടനിങ് എന്നല്ല, അത് അവരുടെ ആ ഒരു ആങ്സൈറ്റി അവർ കാണിക്കുന്ന രീതിയാണ്. അത് കാണിക്കുന്നത് ആരോടാന്ന് വെച്ചാൽ ആരെയാണോ അവർ ഡിപ്പെൻഡ് ചെയ്യണത്. ഒന്നില്ലെങ്കിൽ ഈ ഫാമിലിയിലെ ഒരു ഗ്രൂപ്പ്, അതല്ലെങ്കിൽ ഫിസിഷ്യൻ്റെ അടുത്ത് അവർ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അവരെ കംപ്ലീറ്റ്ലി വിശ്വസിച്ചിട്ടായിരിക്കും കാര്യങ്ങൾ പറയാം. തേർഡ് ആസ്പെക്ട് എന്ന് പറയുന്നത് ക്വാറൽസം. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ മാത്രമേ അവർ തല്ലുള്ളൂ. ഈ ഗ്രൂപ്പ് മാത്രമേ അവർക്ക് കൺസേൺ ഉള്ളൂ. വേറൊരു ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്ന പോലുള്ള തോട്ട് പ്രോസസ്സ് അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഫിസിഷ്യനോട് ഭയങ്കര എക്സ്ട്രീം ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, പിന്നെ ഈ ഫാമിലി മെമ്പേഴ്സിനോടും. ദെൻ എന്തൊക്കെയാ ഫർദർ മെറ്റീരിയൽ എനിക്ക് പറയണേ? Quarrels with his family and quarrels with his bread and butter. So row 4 and column 1. Okay. In the clinic, yes, പറയൂ. The Calicar person can be a very faithful patient, following up quite regularly and sticking to the same doctor for a long time. But the trouble begins when she starts considering physician as a family member. Then she will become truly dependent on the physician. She will never leave him, but each time she comes, she will quarrel and insist that she is not better. Yes, ഇത് നമ്മൾ പറഞ്ഞതാണ് റോ 4 കോളം 1. സോ അവർക്ക് ആ ഗ്രൂപ്പ് മാത്രം, റോ 4-നുള്ള ഒരു ഗുണം ദോഷം എന്താന്ന് വെച്ചാൽ ആ ഗ്രൂപ്പ് മാത്രമേ അവർക്ക് പ്രാധാന്യം ഉണ്ടാവുള്ളൂ. അവർ ഏത് ഗ്രൂപ്പിലാണോ ബിലോങ് ചെയ്യുന്നത് വെച്ചാൽ ഫാമിലി, അതിനോടാണ് കൂടുതൽ പ്രാധാന്യം. അപ്പൊ ഇവരുടെ പ്രശ്നങ്ങൾ മുഴുവൻ ഇതിൽ മാത്രം, ഈ ഒരു റേഞ്ചിൽ മാത്രം. അപ്പോൾ ഒരു ഫിസിഷ്യൻ, ഇപ്പോൾ ലൈക്ക് ഒരു ഫാമിലി ഫിസിഷ്യൻ ഉണ്ടെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് അവരുടെ അറ്റാച്ച് ചെയ്തിരിക്കും. എന്ന് വെച്ചാൽ കോളം 1 കൂടിയാണ്. ഈ അറ്റാച്ച്മെന്റ് അവർക്ക് ഒരിക്കലും തോന്നുന്നില്ല ഇതൊരു ഔട്ട്സൈഡ് പേഴ്സൺ ആണ്. എന്ന് വെച്ചാൽ ഈ ഫാമിലി ഈ ഗ്രൂപ്പിന്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് കാലി പേഷ്യൻസ് നമുക്ക് ഉണ്ടെങ്കിൽ, കോൺസ്റ്റിറ്റ്യൂഷണലി കാലി പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതകാലം മുഴുവൻ പേഷ്യന്റ് മാറിയില്ലെങ്കിലും വന്നുകൊണ്ടിരിക്കും. നന്നായിട്ട് നമ്മളോട് ഇങ്ങനെ പരാതികൾ പറയും. ഇഷ്ടംപോലെ ആൾക്കാർ നമുക്ക് കൊണ്ടുവരും ചെയ്യും. ശങ്കര സാർ എപ്പോഴും പറയുന്നൊരു കാര്യം, ഒരു 10 കാലി പേഷ്യൻസിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സെറ്റായി ലൈഫ്. അടുത്തത് കാലിക്കാർ After calling, പറയണേ കാലിക്കാർ പേഷ്യൻസ് അത് കഴിഞ്ഞു അല്ലേ? വായിച്ചോളൂ. After quarreling, she can get quite tearful, weeping when telling of her sickness, and also can display a more pitiable state of begging and entreating. When her efforts to get the support she needs fail, she becomes indifferent when in society, averse to husband, to members of the family, shows disgust, hatred, and becomes sulky, repulsive. The psychotic aspect of Calicar is seen in the feeling, I'm too weak to support myself and need the company of family. Here it compares with Madorinum in psychosis, and there are many rubrics where the two are found together. അപ്പോ 2 സ്റ്റേജ് 3 സ്റ്റേജ് ഇതിൽ പറയണ്ടേ അല്ലേ? ഭയങ്കര ഡിപ്പെൻഡന്റ് ആണ്. ആ ഡിപ്പെൻഡൻസി ഇല്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അവർ വളരെ ഇതായിട്ട് ഒരു ഔട്ട്റേജസ്ലി ബിഹേവ് ചെയ്യാൻ തുടങ്ങും. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് ഒരു ടു സം എക്സ്റ്റെൻഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ തോന്നാൻ തുടങ്ങും ഭയങ്കരമായിട്ട് നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് പോകുന്നു, അല്ലെങ്കിൽ ഞാൻ വീക്കാണ്, ഈ സപ്പോർട്ട് സിസ്റ്റം ഇല്ലെങ്കിൽ എന്നുള്ളത് തോന്നാൻ തുടങ്ങും. സോ ബാക്ക് ഏക്ക് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ എക്സ്ട്രീം സ്വെറ്റ്, ഇതൊക്കെ ഇതുമായിട്ട് കമ്പൈൻഡ് ആയിട്ട് നമുക്ക് ആലോചിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. വീക്ക്നെസ് ഇൻ ബാക്ക്, അമിൽറേഷൻ, ലൈയിങ് ഫ്ലാറ്റ് ഓൺ ബാക്ക്, പ്രൊഫ്യൂസ് പെർസ്പിറേഷൻ ഓൾ ഓവർ ദി ബോഡി, പൊട്ടാസ്യത്തിന്റെ സിംറ്റംസ്, ഡിസയർ സ്വീറ്റ്സ്, മേ ബി എനർജി കിട്ടാനായിരിക്കണം അങ്ങനൊരു ക്രേവിങ് ആ പേഷ്യൻസിന് വരുന്നത്. ഇൻടോളറൻസ് ടു കോൾഡ്, ഓൾറെഡി വീക്ക് അല്ലേ, സോ ഇൻടോളറൻസ് ടു കോൾഡ്. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് കാണാപാഠം പഠിക്കണ്ട. എന്താണ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പൊട്ടാസ്യം എന്താണ് ബോഡിയുടെ ഫങ്ഷൻസ് അത് ആദ്യം പഠിക്കണം. ദെൻ ഏതൊക്കെ മാനസികാവസ്ഥ, അത് പീരിയോഡിക് ടേബിളും കൂടി വെച്ച് പഠിച്ചാൽ
ഒരു കാലി കാർബ് പേഷ്യന്റ് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും ഇതാണ് അവരുടെ അവസ്ഥ എന്നുള്ളത്. ആങ്സൈറ്റി അലോൺമെന്റ് റൂബിക്സില് നമ്മളിപ്പോ റെപ്പർട്ടറി ത്രൂ കേസ് എത്താം, ഓർ ഇത് ത്രൂവും നമുക്ക് കേസിലെത്താം. അപ്പോൾ ആങ്സൈറ്റി വെൻ അലോൺ ഉടനെ നമുക്ക് നമ്മുടെ തോട്ട് പ്രോസസ്സ് പോകാം, ദിസ് ഇസ് കോളം 1 എന്നുള്ളത്. പിന്നെ കമ്പനി ഡിസയർ ഫോർ എലോൺ അഗ്രവേറ്റഡ് വൈൽ, അഗെയിൻ കോളം 1. കമ്പനി ഡിസയർ ഫോർ ക്രിറ്റിസിസം ഔട്ട്റേജസ്ലി, അഗെയിൻ കോളം 1. കോളം 1 പ്ലസ് ഓക്സിജൻ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കൂടി അവര് പെരുമാറണം അല്ലേ. K2CO3 എന്നാണ് എൻ്റെ സംശയം കേട്ടോ, ഉറപ്പില്ല. അപ്പോൾ അതിലെന്തായാലും കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്. അപ്പോൾ ഈ 2 ആസ്പെക്റ്റും ഉണ്ടാവുമല്ലോ. ഓക്സിജൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഒരു ഫയറുള്ള ഒരു എലിമെന്റ് ആണ്. അപ്പോൾ കാർബണേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എനർജി കുറവ് കൂടുതൽ ഈ ഒരു ആസ്പെക്റ്റിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഇതിന്റെ കോമ്പിനേഷൻ ഉണ്ടാകുമ്പോൾ 2 ആസ്പെക്ട് നമ്മൾ പേഷ്യന്റിൽ കാണാം. എക്സ്ട്രീം ഡിപ്പെൻഡൻസി, റോ ബ്രെഡ് ആൻഡ് ബട്ടർ, ഓക്സിജൻ ഉള്ളതുകൊണ്ട് ഒരു ഫയർ എലിമെന്റ്, കാർബൺ ഉള്ളതുകൊണ്ട് അതിന്റെ എനർജി വേരിയേഷൻസ്. ഇങ്ങനെ ഒരു സംഭവം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് കാലി കാർബ് എങ്ങനെ വന്നാലും മനസ്സിലാവും. പിന്നെ ലേൽ കേൾക്കുന്നില്ല. ഹലോ. ഇവിടെ ഒരു സെക്കൻഡ്. ആ ആ സോറി കേട്ടോ, എൻ്റെ നെറ്റ് പോയതാ. അപ്പോ ഏതുവരെ വായിച്ചെന്ന് പറഞ്ഞില്ലേ? കമ്പനി ഡിസയർ ഫോർ ഓക്സിജൻ എലിമെന്റ് ഉള്ളത് മനസ്സിലായി. അപ്പൊ കമ്പനി ഡിസയർ ഫോർ എലോൺ അഗ്രവേഷൻ ബൈ, ഇതെല്ലാം നമുക്ക് കോളം 1 സിംറ്റംസ്. ഷ്രീക്കിംഗ് എയർ ഫോർ ഷ്രീക്കിംഗ് ട്രൈപ്പിൾസെറ്റ്, അതൊക്കെ ഓക്സിജൻ കോമ്പിനേഷൻ കൂടി ഉള്ളത് കൊണ്ട് 2 ആസ്പെക്റ്റിൽ നമുക്ക് കാണാൻ പറ്റും. പൊട്ടാസ്യം എന്ന് പറയുന്നത് റോ ആൻഡ് കോളം 1, ദെൻ കാർബണേറ്റ്സ് വരുന്നുണ്ട്, എനർജി ലെവൽ വേരിയേഷൻ കാണാം. ഓക്സിജൻ എന്നുള്ള എലിമെന്റ് സെപ്പറേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫയർ വിഷം. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു മെഡിസിനിൽ കാണാൻ പറ്റും. നെവർ ബ്ലഡ് സിൻസ് ന്യൂമോണിയ എന്ന് വെച്ചാൽ കാലി കാർബന് കാർബണേറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു സ്റ്റാമിന വീണ്ടെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. ഏത് ഡിസീസസും വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് തിരിച്ച് ആ ഒരു നോർമൽ ലെവലിലേക്ക് വരാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ഒരു പീരിയോഡിക് ടേബിളിന്റെ ഒരു കൺസെപ്റ്റ് പ്ലസ് എന്തൊക്കെ എലിമെന്റ്, ഇപ്പൊ നമ്മള് കാലി കാർബൺ എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഓക്സിജൻ ഉണ്ടല്ലേ, കാർബണേറ്റ് പറയുമ്പോൾ ഓക്സിജൻ ഉണ്ട്, പക്ഷെ നമ്മളത് കാർബണേറ്റ് പറയണു, ഓക്സിജൻ ഉണ്ട് എന്നുള്ളത് നമുക്കൊരു ഇത് വേണം മനസ്സിലാക്കണം. പിന്നെ എന്തൊക്കെ കാലി കാർബിൽ വരാം. സപ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്തായാലും ബോണിന് അവിടെ ഒരു കൂടുതൽ മാർക്ക് കൊടുക്കാൻ പറ്റും, ബോൺ റിലേറ്റഡ് അസുഖങ്ങൾക്ക്. പിന്നെ കാർബൺ ഉള്ളതുകൊണ്ട് എനർജി ലെവല് വീക്ക്നെസ്, ഓക്സിജൻ ഉള്ളതുകൊണ്ട് ഈ പറയുന്ന നെർവസ് സിസ്റ്റത്തിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ. ഇതെല്ലാം നമ്മൾ ആലോചിച്ചിട്ട് ഒരു മെഡിസിന് പഠിക്കുമ്പോൾ കാണാപ്പാഠം പഠിക്കണ്ട. അപ്പൊ പേഷ്യന്റ് എങ്ങനെ വന്നാലും നമുക്ക് ഒരു ഫാമിലി കൺസെപ്റ്റേ ഉള്ളൂ, അല്ലെങ്കിൽ ഹെൽത്തിനെ കുറിച്ച് മാത്രമേ അവർക്ക് കൺസെപ്റ്റ് ഉള്ളൂ. അസുഖത്തിനെ കുറിച്ചുള്ള കൺസെപ്റ്റുകളൊക്കെ കേൾക്കുമ്പോൾ എത്രത്തോളം അവർ ഡിപ്പെൻഡന്റ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം അവർ ഇൻഡിപെൻഡന്റ് ആണെന്നനുസരിച്ച് നമുക്ക് ഈ മെഡിസിൻ സുഖമായിട്ട് പഠിക്കാൻ പറ്റും. പോയാ
ഹലോ ഒരു സെക്കൻഡ് എവിടെ വരെ കേട്ടെ? ഹലോ ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് വേണം ബോണ്ടറേറ്റഡ് വരും. ലാസ്റ്റ് ഭാഗം തന്നെ പറഞ്ഞേ. ആ സോ കാർബൺ എനർജി ലെവൽ വീക്ക്നെസ് വരും. ഇനി എന്തെങ്കിലും ചോദിക്കാനോ അല്ലെങ്കിൽ സംശയങ്ങളോ ഉണ്ടെങ്കിൽ പറ്റും. ഓക്കെ അല്ലേ എല്ലാവരും? എന്തെങ്കിലും ചോദിക്കണ്ടോ? ഏലിയാസേ എന്താ എന്തെങ്കിലും സംശയം ഉണ്ടോ? നിങ്ങൾ OP ഒക്കെ ചെയ്തു തുടങ്ങിയില്ലേ? അല്ല OP ഹാപ്പി പോസ്റ്റ് ആയി തുടങ്ങിയില്ലേ? അതെ ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട് മാം. അപ്പൊ IP പോസ്റ്റിംഗ് ഒക്കെ എന്റെ കഴിഞ്ഞു. എന്റെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പോസ്റ്റിംഗ് കഴിഞ്ഞു, കിട്ടിയായിരുന്നു. ഓക്കെ. സോ ഇങ്ങനെ പഠിക്കാൻ ശ്രമിക്കും. ഓരോ മെഡിസിൻ നമുക്കൊരു എനിക്ക് തോന്നുന്നു 6000 to 7500 മെഡിസിൻസ് ഇപ്പൊ ഉണ്ട്. അപ്പൊ ഇങ്ങനൊരു കൺസെപ്റ്റിൽ പഠിച്ചു കഴിഞ്ഞാൽ അത് ഓർമ്മ നിൽക്കും. അല്ലെങ്കിൽ പേഷ്യന്റ് വരുമ്പോൾ നമുക്ക് എല്ലാം പഠിച്ചത് ഓർമ്മ വരണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മെഡിസിനിന് മാത്രമായിട്ട് ചുരുങ്ങണത്. നമുക്കിതെല്ലാം ഉപയോഗിക്കണമെങ്കിൽ ഒരു വേ വേണം. ഈ വേയിൽ പോകുമ്പോൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരും. ഇത് ഇങ്ങനെ പറഞ്ഞു തരുമ്പോ ഇങ്ങനെ ഈ സോഴ്സിന്റെ ഇതും ഇങ്ങനെ റോ കോളം ഒക്കെ പറഞ്ഞു തരുമ്പോ മാം നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കാണാപ്പാഠം പഠിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമ്മളിങ്ങനെ റിലേറ്റ് ചെയ്ത് പോകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായി വരും. അപ്പൊ അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നു. ഹോമിയോപ്പതി അത്ര സിമ്പിൾ ആയി കഴിഞ്ഞു. ഈ നമ്മുടെ വർക്ക് കുറച്ച് വേണമെന്നേ ഉള്ളൂ. നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ കണ്ടും കേട്ടും പഠിച്ചത് ശരിയാക്കണം. അപ്പോൾ ഞാനിപ്പം ഇന്ന് ബ്ലോസത്തിലൊരു കേസ് ഇടാം. നമ്മുടെ സോറിയാസിസ് കേസാ. അതൊരു 7 daysനുള്ളിൽ എത്രമാത്രം സ്കിന്ന് ചേഞ്ച് വന്നു എന്നുള്ളത് നമുക്ക് എല്ലാവരും ഞാൻ കുറെ കാലങ്ങളായിട്ടൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണതാണ്. പക്ഷെ നമ്മൾ ഡീപ്പർ ലെവലിൽ പേഷ്യന്റിന് മെഡിസിൻ കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാ ലെവലിലും ഒന്ന് കൊടുക്കാം. ഡീപ്പർ ലെവലിൽ കൊടുക്കുമ്പോൾ ഹോമിയോപ്പതി സ്ലോ എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ മാറും എന്ന് വെച്ചാൽ അത്രയും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. ഈ ഹോമിയോപ്പതിയാണ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടത്. നിങ്ങളൊക്കെ ഈ ഹോമിയോപ്പതി പഠിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടല്ലോ. ഇത്രയും ആയി ഹോമിയോപ്പതി. കണ്ണ് തുറന്ന് കാണും, അത്രേ ഉള്ളൂ. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടോ? നമ്മുടെ ആന്റിറ്റയ്ക്ക് ഒന്നും പറയാനില്ലേ? എത്ര കാലമായിട്ട് ഈ പ്ലാറ്റ്ഫോമിലുള്ള ആളാന്നറിയോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, വീഡിയോയിൽ മാത്രം കാണുന്ന ഒരാളാണ്. ഒന്നും പറയാനില്ലേ? പോയിട്ട് എല്ലാം എന്റെ എല്ലാം പുതിയതായിട്ട് തോന്നുന്നു കേൾക്കുമ്പോ. ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ആൾക്ക് അല്ലേ? അതിന്റെ ഫോളോ അപ്പ് നമ്മൾ എന്തെങ്കിലും ചെയ്യാം കേട്ടോ. ശരിയോ? കുറച്ച് അധികം കേസസ് ചെയ്തു തുടങ്ങുമ്പോൾ എല്ലാവരും അത് അങ്ങനെ തന്നെയാവും. ശരിയോ? പറയാണ്ട കാലി അയഡേറ്റ് ഭയങ്കര ജോളിയാന്നൊക്കെ പറയണില്ലേ ശങ്കരൻ സാറിന്റെ ഒരു കേസിലെ? വളരെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അയഡം എന്ന് പറയുമ്പോ നമ്മുടെ 17th കോളത്തിലല്ലേ വരാ? അതുകൊണ്ടാണ് അങ്ങനെ. അയഡം പാട്ട് ഇടയ്ക്ക് കാണിക്കും, അയഡം പാട്ടും കാണിക്കും, കാലി പാട്ടും കാണിക്കും ആ പേഷ്യന്റ്. അല്ല, അപ്പം എപ്പോഴും ഹാപ്പി ആയിട്ട് ചിരിച്ചിരിക്കും. ഒരു സോറിയാസിസ് അല്ല വിറ്റിലിഗോ കേസ് മാറിയത് വേറെ സിംറ്റംസ് ഒന്നുമില്ല, കാലി അയഡൈഡ് കൊടുത്തപ്പോഴാണ് അത് മാറിയതെന്ന് പറഞ്ഞു ശങ്കരൻ സാറിന്റെ ബുക്കിലെ. അപ്പൊ ഈ അയഡൈഡ് എലിമെന്റ് വരുമ്പോ എപ്പോഴും ഒരു ദേഷ്യവും അതൊക്കെ അല്ലേ കൂടുതൽ വരിക. പിന്നെ പെർഫോമൻസ് അങ്ങനെ 5th കോൾ അല്ലേ, അല്ല 5th റോ. മേ ബി പെർഫോമൻസ് ലെവൽ ആയതുകൊണ്ടായിരിക്കാം ഒരു ഹാപ്പിനെസ് കാണിക്കണേ. വൺസ് എന്തെങ്കിലും ഒരു സ്ട്രെസ്സോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോ എന്തായാലും ഒരു ആങ്കർ എലിമെന്റ് കാണിച്ചിരിക്കും. പിന്നെ സോറിയാസ് എന്ന് വെച്ചാൽ ഓട്ടോ ഇമ്യൂൺ ഡിസീസാ. ഗ്ലാൻസിനും വിറ്റിലിഗോ ഡിസ്ട്രക്ഷൻ ലെവൽ ഉണ്ടല്ലോ. അപ്പോൾ ഡിസ്ട്രക്ഷൻ ലെവൽ ഒരാൾക്കുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ആങ്കർ എലിമെന്റ് ഉണ്ടാവും. പക്ഷെ അവരുടെ വേറെ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഈ ചിരിച്ച്
വളരെ അതെ ജസ്റ്റിംഗ് പല ജസ്റ്റിംഗ് എന്നാണ് പറയണേ. പല ആസ്പെക്ടിലും മെഡിസിൻ കാണാം. അതാണ് ഇപ്പൊ നമ്മളൊരു ആനേനെ കാണുന്ന പോലെ കൈ കാണാം, കാല് കാണാം, അതെ, അതെ. കൈ കാണാം, പല വ്യൂ. ഉം. ബേർഡ് വ്യൂ ആണ് വേണ്ടത്. നമുക്ക് ഇപ്പോഴും ബേർഡ് വ്യൂ തന്നെ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാൻ തോന്നാം. ഓവറോൾ ചിലപ്പം ഈ ഒരു സിംറ്റം വെച്ചിട്ടായിരിക്കില്ല പ്രിസ്ക്രൈബ് ചെയ്യുക, അതർ ഫാക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ടാവും. അല്ല അതില് പറഞ്ഞത് വേറെ ഒന്നും കിട്ടിയില്ല, വേറെ മെഡിസിൻസ് കൊടുത്തിട്ടൊന്നും ആക്ഷൻ കിട്ടിയില്ല. അത് കുറെ നമ്മളെ എനർജി ലെവല് പ്രിസ്ക്രൈബ് കാരണം ചെയ്യാൻ അറിയുന്നവർക്ക് ആ വേദിക് വിറ്റിലിഗോയിൽ പറയണമില്ല, ഈ കാലിയയുടെ വിറ്റിലിഗോയിലില്ല, പക്ഷെ നല്ല എഫക്ട് കിട്ടിയത്, മാറി, കംപ്ലീറ്റ് മാറിയത്. ആ സ്ത്രീ വളരെ ഹാപ്പി ആയിട്ട് എനിക്ക് മുമ്പ് ഇരിക്കുന്നുണ്ടാ പറയും. കാലിയും വിറ്റിലിഗോ കേസ് ഉണ്ട്. ഡ്രാസ്റ്റിക് ചേഞ്ച്. അത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി വന്നിട്ട് ഉണ്ടാവാലോ വിറ്റിലിഗൊക്കെ. അപ്പൊ അതൊക്കെ ആയിരിക്കാം, അതിന്റെ കാരണങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കാം. കുറെ തരത്തിൽ ചിലപ്പം ഈ കേസുകളെ നോക്കേണ്ട വരുമായിരിക്കും. എല്ലാം വരാറുണ്ട്. റെപ്പട്രിയിൽ വരുന്നുണ്ട്, അല്ല റെപ്പട്രിയിലും ഇല്ല എന്ന് പറഞ്ഞു. ആ പേഷ്യന്റിനെ മനസ്സിലാക്കിയിട്ടാണ്, ജസ്റ്റിംഗ് എന്നുള്ളതിലെ പ്രാധാന്യം കൊടുത്തിട്ടാണ്. വേറെ സിംറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആർക്കെങ്കിലും പറയണ്ടോ? അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. എല്ലാ ആഴ്ചയും ഇതേപോലെ 30 minutes കാണാം. ഓക്കെ, താങ്ക് യു. ബൈ. താങ്ക് യു. താങ്ക് യു മാം. ബൈ. താങ്ക് യു.